നമസ്കാരം. ഞാൻ ഡോക്ടർ ഗായത്രി, ബിജോയ്സ് ഹോസ്പിറ്റൽ, കൊട്ടിയം, കൊല്ലം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം പോസ്റ്റ്നേറ്റൽ കെയർ അല്ലെങ്കിൽ പ്രസവാനന്തര ശുശ്രൂഷ എന്ന വിഷയത്തെക്കുറിച്ചാണ്. പ്രസവരക്ഷ ആവശ്യമായ ഒന്നാണോ? അത് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ നടുവേദന വരുമോ? അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടത്ര പാല് കിട്ടാതെ ആകുമോ? അല്ലെങ്കിൽ വയറ് കുറയാതെ പോകുമോ? പഴയ പോലെ ശരീരത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാതെ വരുമോ? ഇങ്ങനെ പല ചിന്തകളും ഇന്ന് ഒട്ടുമിക്ക അമ്മമാരിലും കണ്ടുവരുന്നത് കാണാം. പ്രസവരക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നതെന്നുള്ളത് പലരുടെയും ഒരു സംശയമാണ്. സൂതിക കാല എന്ന് പറയുന്നത് പ്രസവശേഷമുള്ള ആദ്യത്തെ 45 ദിവസത്തെയാണ്. ഈ സമയങ്ങളിൽ അമ്മയ്ക്ക് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ദഹനത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ട്, ശരീരത്തിനുണ്ടാവുന്ന വാത നടുവേദനകൾ, ജോയിൻറ്റ് പെയിൻസ്, ക്ഷീണം, ഇതൊക്കെയും അതോടൊപ്പം തന്നെ വേണ്ടത്ര മുലപ്പാൽ കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഒരമ്മയ്ക്ക് ആദ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഈ സൂതിക കാല അല്ലെങ്കിൽ പ്രസവശേഷമുള്ള ഈ ആദ്യത്തെ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ദഹനത്തിന് തന്നെയാണ്. പ്രസവശേഷം കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ കഞ്ഞിയിൽ കുറച്ച് ചുക്ക്, ജീരകം, തിപ്പലി ഒക്കെ ചേർത്ത് കഞ്ഞി കുടിക്കുന്നത് കൊണ്ട് ദഹനത്തിനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ജീരകവെള്ളം, പിന്നെ വെളുത്തുള്ളി ചേർന്ന ആഹാരം, ഇതെല്ലാം തന്നെ മുലപ്പാൽ കൂടുതൽ ഉണ്ടാകുവാനും അതോടൊപ്പം തന്നെ ദഹനത്തിനെ പഴയ നിലയിലോട്ട് കൊണ്ടുവരാനും സാധിക്കും. അങ്ങനെ ദഹനശേഷി തിരിച്ചു കൊണ്ടുവന്ന ശേഷം വേണം നെയ്യ് ചേർന്നുള്ള ആഹാരങ്ങളും മരുന്നുകളുമൊക്കെ കഴിക്കുവാൻ. ചോറിൽ നെയ്യിട്ട് കഴിക്കുന്നത്, ചെറുപയർ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ദഹനത്തിനെ തിരിച്ച് പൂർണ്ണസ്ഥിതിയിൽ കൊണ്ടുവന്ന ശേഷം വേണം കഴിക്കുവാൻ. ചെറുപയർ, എള്ള് ചേർന്ന അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നീട് ശതാവരി ചേർന്നിട്ടുള്ള ലേഹ്യങ്ങളും മരുന്നുകളും ഒക്കെ കഴിക്കുന്നത് മുലപ്പാൽ കൂട്ടുവാനായിട്ട് സഹായിക്കുന്നു. ഇതിനൊക്കെ ശേഷമാണ് എക്സ്റ്റേണൽ തെറാപ്പീസ് അല്ലെങ്കിൽ പുറമേയുള്ള ചികിത്സകളായിട്ടുള്ള അഭ്യംഗം, സ്വേദനം, കിഴികൾ ഒക്കെ പ്രാധാന്യം വരുന്നത്. ഈ അഭ്യംഗ സ്വേദനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിൻ്റെ വാദത്തിനെ, നമ്മുടെ ശരീരത്തെ എപ്പോഴും വാത, പിത്ത, കഫം എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളും ഒരു ബാലൻസിലാണെങ്കിൽ മാത്രമേ നമ്മളൊരു ആരോഗ്യമായ ഒരു ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. പ്രസവശേഷം വാതത്തിൻ്റെ നില കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രസവശേഷം നടുവേദനയും ക്ഷീണവും ഒക്കെ ഉണ്ടാവുന്നത്. ഇതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അഭ്യംഗ സ്വേദനം എന്ന് പറയുന്ന തെറാപ്പി കൊണ്ട് സാധിക്കുന്നതായിരിക്കും. ശരീരത്തിന് വേണ്ട നീർക്കെട്ടുകൾ, വേദനകൾ ഒക്കെ ഇതിൽ നിന്നും ഇത് ചെയ്യുന്നതോടുകൂടി നല്ലൊരു റിലീഫ് കിട്ടും. കിഴികളും എല്ലാം അതുപോലെ തന്നെ വാതത്തിനെ ശമിപ്പിക്കുവാനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനെയും സ്ട്രെങ്തിനെയും എല്ലാം തിരിച്ചു കൊണ്ടുവരാനും സഹായിക്കുന്ന ക്രിയാക്രമങ്ങളാണ്. ഇതോടൊപ്പം തന്നെ പ്രസവശേഷം അരിഷ്ടങ്ങളും കഷായങ്ങളും ലേഹ്യങ്ങളും ഒക്കെ കഴിക്കാമോ അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ആയുർവേദ മരുന്നുകൾ, പ്രസവശേഷം കഴിക്കുന്ന പ്രധാനപ്പെട്ട മരുന്നുകളാണ് ദശമൂലാരിഷ്ടം, ദശമൂല കഷായം, ജീരകാരിഷ്ടം, അശോകാരിഷ്ടം, ശതാവരി ഗുളം, കുറിഞ്ഞിക്കുഴമ്പ്, ഇങ്ങനെ ഈ മരുന്നുകളൊക്കെ. ദശമൂല അരിഷ്ടം, ദശമൂല കഷായം ഒക്കെ കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിൻ്റെ വേദനയും നീർക്കെട്ടുമെല്ലാം കുറയുന്നതായിരിക്കും. ധന്വന്തരം ഗുളിക, ധന്വന്തരം തൈലമെല്ലാം ഉപയോഗിക്കുന്നത് കൊണ്ട് ശരീരത്തിൻ്റെ വാതത്തിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. ശതാവരി ഗുളം, ശതാവരി ലേഹ്യമൊക്കെ കഴിക്കുന്നത് ശരീരത്തിൻ്റെ മുലപ്പാൽ കൂട്ടിക്കൊണ്ടുവരാനും വേണ്ടത്ര ബ്രസ്റ്റ് മിൽക്കിന് അത് വളരെയധികം ഉപയോഗപ്പെടുന്നൊരു കാര്യമാണ്. ജീരകാരിഷ്ടം കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിൻ്റെ ഡൈജഷൻ, ഗ്യാസ്, വയറുപെരുക്കം, ദഹനത്തിനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും. പ്രസവശേഷം അമ്മയുടെ ശരീരം എത്ര ആരോഗ്യത്തോടു കൂടിയും ഇരിക്കുന്നുവോ അത്രയും മാനസിക സമാധാനം അവർക്ക് ലഭിക്കുന്നതാണ്. ഒരമ്മയ്ക്കും കുഞ്ഞിനും പ്രസവശേഷം ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ശരീരത്തിന് റെസ്റ്റും അതോടൊപ്പം നല്ല ഉറക്കവുമാണ്. നല്ലൊരു എൻവയോൺമെൻറ്റ്, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രസവശേഷമുള്ള കാലഘട്ടം വളരെ നല്ല രീതിയിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ പലരും ചോദിക്കാറുണ്ട്, എപ്പോഴാണ് യോഗകളൊക്കെ ചെയ്യേണ്ടതെന്ന്. ഒരു 4 തൊട്ട് 6 ആഴ്ചകൾക്ക് ശേഷം ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസ്, യോഗകളെല്ലാം അമ്മമാർക്ക് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അത് ശരീരത്തിന്
ഒരു എനർജി, ബ്ലഡ് സർക്കുലേഷൻ എല്ലാം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതോടുകൂടി തന്നെ നമ്മൾ നമ്മുടെ നോർമൽ ലൈഫ് സ്റ്റൈലിലോട്ടും നോർമൽ ഒരു സ്ട്രെങ്തിലോട്ടും ബോഡിയെ കൊണ്ടുവരാൻ ഇതെല്ലാം സഹായിക്കുന്ന വിഷയങ്ങളാണ്. നന്ദി, നമസ്കാരം.